നമസ്കാരം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതുവരെ ഉണ്ടായ ഓരോ സംഭവങ്ങളെക്കുറിച്ചും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വാടകയ്ക്ക് സ്ഥലമെടുത്ത് ദുരന്തബാധിതരെ പുനരധിവാസം വരെ താമസിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം ഗവൺമെൻറ് നടപടിയായി എടുത്ത് മുന്നോട്ട് പോകുന്നത്. വളരെ വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കുട്ടിക്ക് ഗവൺമെൻറ് ജോലി കൊടുത്തു, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെ ദുരന്തം നടന്നാലും ഗവൺമെൻറ് ഒരു സഹായം പ്രഖ്യാപിക്കും. മിക്കതും നമ്മൾ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് തലത്തിൽ കൊടുക്കുന്നതിന് പകരം വ്യക്തികൾക്ക് കൊടുക്കുന്ന 2 ലക്ഷം സഹായം. പ്രിയപ്പെട്ട വിനു വി ജോൺ, പെട്ടിമുടി ദുരന്തത്തിൽ ഇതുവരെ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ സഹായം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേരള സർക്കാർ 5 ലക്ഷവും തമിഴ്നാട് സ്വദേശികളുടെ ബന്ധുക്കൾക്ക് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയും കാലതാമസമില്ലാതെ കിട്ടി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ ഇനിയും കിട്ടിയിട്ടില്ല. ഇത് പറയുന്നത് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തായ പോലെയാണ്. മനുഷ്യന് ഭ്രാന്തായാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്തായാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു 500 ചില്ലാനം കോടി രൂപ കേരളത്തിന് അനുവദിക്കുക, അത് 50 വർഷത്തെ വായ്പയായിട്ട് 40 ദിവസം അത് ചെലവാക്കാനായിട്ട് ഒരിക്കലും സാധാരണ മനുഷ്യർക്കൊക്കെ ആലോചിച്ചാൽ അറിയാം, നിങ്ങളെപ്പോലുള്ളവരെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു. ഇവിടെ കാര്യങ്ങൾ നന്നായി നടക്കുന്നു. അതിനിടയിലാണ് വിനു ചോദിച്ചത് ഇതിന് ചുമതലയുള്ള ഓഫീസർ വന്നോ. എന്റെ അറിവിൽ ഇതുവരെ സുഹാസ് എത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹം വരുന്നതിന് മുന്നോടിയായി APC ഹാൾ ഉണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തിന്റെ യോഗം കൂടുന്ന ഹാൾ. അവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ ഓഫീസ് നിർമ്മിക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ്. ഇതിന് മുമ്പ് ചില ഉദ്യോഗസ്ഥർ വന്നപ്പോൾ പണിതൽ ഓഫീസ് കലക്ടറേറ്റിനകത്തുണ്ട്. ഓഫീസിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയിട്ടായിരിക്കാം ഒരു പക്ഷേ സുഹാസ് വയനാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുന്നത്. കാരണം അദ്ദേഹം ചുമതലയുള്ള ഓഫീസറാണ്. വന്നോ വന്നില്ലേ എന്നുള്ളതുമല്ല കാര്യം. അല്ല, വിനു ഓഫീസ് പണിയണം, നമ്മൾ ഇരിക്കണമല്ലോ. ഇരിക്കാനുള്ള ഓഫീസും സൗകര്യങ്ങളും ആദ്യം പണിതതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർ വരിക. ദുരന്തം അതിജീവിക്കലല്ലോ ഇവിടുത്തെ പ്രശ്നം. നമുക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടാവുക, നമ്മൾ വളരെ ഭംഗി. ഞാൻ ഈ ഓഫീസ് പണിയുന്നതിനും അദ്ദേഹത്തിന് താമസ സൗകര്യം. യഥാർത്ഥ ഒരു കാര്യത്തിന് മുമ്പിൽ തീവ്രമായ പരിഹാസമാണ് ഒപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കിറ്റ് വിതരണം ചെയ്യുമ്പോൾ അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്ത പഞ്ചായത്താണ്. അന്നവിടെ സമരം തിക്കുന്നിരക്ക് ഉണ്ടായപ്പോൾ പതുക്കെ ക്ഷമ പറഞ്ഞു ഒഴിഞ്ഞവരാണ്. നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല പുനരധിവാസം അവിടെ നടക്കുമെന്നുള്ള ഗവൺമെൻറ് ഉറപ്പ് തരികയാണ്. എന്തെങ്കിലും ഒരു സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. മാധ്യമങ്ങൾ എന്താണ് ചെയ്തത്? അവിടെ മൃതദേഹം അടക്കം ചെയ്യാനായിട്ട് 75,000 രൂപ ചെലവായി എന്ന് പറഞ്ഞ വ്യാജ വാർത്ത ഒപ്പിച്ചുകൊണ്ട് നടന്ന ഏഷ്യാനെറ്റാണ് ഇപ്പം ഇരുന്ന് പരിഹസിക്കുന്നത്. നമ്മൾ നിങ്ങളെ പരിഹസിക്കുന്നില്ല. പരിഹസിക്കാൻ പോലും നിങ്ങൾ അർഹരല്ല എന്നുള്ള സാമാന്യ ബോധമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്ത വാർത്തയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നടന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ തെറ്റുകൾ ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. അവിടെ UDFന്റെ ഒരു അപ്രമാദിത്വമുണ്ട്. എന്നിട്ട് അവരെന്താണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പെട്ടിമുടി ദുരന്തത്തിന്റെ കാര്യം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. അവിടെ 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ട് അതുപോലും കിട്ടിയിട്ടില്ല. ഇവിടെ ഈ 530 കോടി രൂപ സഹായമായിട്ട് പ്രഖ്യാപിച്ചു എന്നല്ല ഉള്ളത്, അത് ചെലവാക്കാൻ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവസാനം കൊണ്ട് തന്ന് അതിൻ്റെ ഒരു ഡേറ്റ്. ഇതിനെക്കുറിച്ചൊന്നും പരിഹാസമല്ല തോന്നുന്നത്. അത് ഈ പറഞ്ഞ പോലെ മുതലാളിയുടെ ശിഷ്യരായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാത്രമുള്ളതാണ് വിനു. നിങ്ങളോട് കൂടുതൽ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാൻ പോലും അർഹരല്ലാത്ത രീതിയിൽ കേരളത്തിൽ മാറിക്കഴിഞ്ഞു.